ഹലോ മൈ ഡിയേഴ്സ്, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഒരുപാട് കാലത്തിന് ശേഷമാണല്ലേ നമ്മൾ കാണുന്നത്. ഇംഗ്ലീഷിൻ്റെ ഒരു ലൈവ് ഒക്കെ ആയിട്ട് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? നല്ല വിശേഷം അല്ലേ? നല്ല വിശേഷമാണോ? അത് എക്സാംസിൻ്റെ വിശേഷങ്ങൾ മാത്രമാണോ? അപ്പോൾ എക്സാംസൊക്കെ അവിടെ ഇവിടെയും നിങ്ങൾ പഠിക്കുന്ന എല്ലാ സബ്ജക്ട്സിൻ്റെയും എക്സാംസൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്, മോഡൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. Everything is going in a very busy manner because your exams are on the doorsteps. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സാംസ് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ആ ഒരു ടെൻഷനൊക്കെ ഉണ്ടോ? ടെൻഷനിലൊക്കെയാണോ എല്ലാവരും? ഹലോ ഹലോ, ഹായ് അശ്ന, ഹൗ ആർ യു? സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും? ഹേയ് ഹലോ, എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എക്സാംസ് ഒക്കെ എങ്ങനെ പോകുന്നു? നിങ്ങളുടെ മോഡൽസ് ഒക്കെ തുടങ്ങുകയാണല്ലേ? അപ്പം നമ്മൾ ഹലോ ഹായ് പ്രസന്ന, ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ എക്സാം ഫീവറൊക്കെ വന്ന് തുടങ്ങിയോ എല്ലാവർക്കും? അത് വരാൻ സമയമായിട്ടില്ല എന്നാണോ? ഈ എക്സാമിനോടനുബന്ധിച്ച് പനി പിടിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ട്, അതൊക്കെ വന്ന് തുടങ്ങിയോ? ഓർ ഈസ് എവറിത്തിങ് ഓക്കെ? ഫൈനായിട്ട് പോകുന്നു അല്ലേ? ഓ സുഖമായിട്ടിരിക്കുന്നു. ഫുൾ സീനാണോ? വാട്ട് ഹാപ്പൻ? എന്താ പറ്റിയേ? ഇസ് ഇറ്റ് ബിക്കോസ് ഓഫ് യുവർ എക്സാംസ് കൊണ്ടാണോ പ്രശ്നങ്ങളൊക്കെ? ഒരു പ്രശ്നമില്ല, സെറ്റായിട്ട് പോവാ. അപ്പം എനിക്ക് ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ് ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഐ ക്യാൻ അഷ്യൂർ യു ദാറ്റ്. ഓക്കെ, അപ്പം നമുക്കിപ്പോൾ ഉള്ള ദിവസത്തിൽ നമ്മൾ വിൽ ബി ഡൂയിങ് അവർ ബെസ്റ്റ്. എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഭയങ്കര സ്ട്രെസ്ഡ് ഒന്നും ആക്കില്ല. യു വിൽ ബി ഗെറ്റിംഗ് ഇനഫ് ടൈം ടു പ്രിപ്പയർ ഫോർ യുവർ അതർ എക്സാംസ് ഓൾസോ. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓ ഉറക്കമാണോ? ഇറ്റ്സ് യൂഷ്വൽ. നമ്മൾ എന്താണ് എക്സാം അടുക്കുമ്പോഴേക്കും നമുക്ക് സ്വാഭാവികമായിട്ട്, ഞാനും പഠിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഐ വാസ് ഓൾസോ ഹാവിങ് ദിസ് പ്രോബ്ലം. എക്സാമിൻ്റെ അടുക്കുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഉറക്കമായിരിക്കും, എവിടെ നിന്നില്ലാത്ത ക്ഷീണമൊക്കെ ആയിരിക്കും. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് പാർട്ട് ഓഫ് എ ലൈഫ്. അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾക്ക് കിട്ടുന്ന ടൈം പരമാവധി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ എപ്പോഴാണോ വെൻ യു ഫീൽ റിഫ്രഷ്ഡ്, നല്ല റിഫ്രഷ്ഡ് ആയിട്ടിരിക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം നിങ്ങളുടെ തലയിലേക്ക് പെട്ടെന്ന് കയറും. നമ്മളിപ്പം എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒട്ടും ഇഷ്ടമില്ലാണ്ടിരുന്ന് പഠിക്കുന്ന ഒരു സമയത്ത് നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ എടുത്തിട്ടായിരിക്കും ഒരു കോൺസെപ്റ്റ് പഠിക്കുക. അതേസമയം നിങ്ങൾ നല്ല എനർജറ്റിക് ആയിട്ട് നല്ല പോസിറ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലോ അല്ലെങ്കിൽ ഒരു 10-5 മിനിറ്റ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കാര്യം ക്ലിയർ ആവും. അപ്പോൾ ഈ 2 മണിക്കൂർ ഇരിക്കുന്നതിലും ബെറ്ററാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ 10-5 മിനിറ്റ് സ്പെയർ ചെയ്യുന്നതും നല്ലൊരു ടൈമാണെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഭയങ്കര വലിയ സംഭവങ്ങളൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പോയിട്ടില്ല. നിങ്ങൾക്ക് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങളിപ്പം ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകും അല്ലേ? ബട്ട് ഇറ്റ്സ് നോട്ട് സംതിങ് ലൈക്ക് ദാറ്റ്. അങ്ങനെ മോട്ടിവേഷൻ രീതിയിലൊന്നും പോകുന്നതൊന്നുമല്ല. നമ്മൾ നമ്മുടെ പോർഷൻസ്, നിങ്ങൾക്ക് എക്സാമിന് വരാൻ ചാൻസ് ഉള്ള കുറച്ച് പോർഷൻസ് ഐ വിൽ ബി ഡിസ്കസിങ് ടുഡേ. അതിൻ്റെ കൂടുതൽ നമ്മൾ വിൽ ബി ടോക്കിംഗ് ഇൻ ബിറ്റ്വീൻ. ഓക്കെ, അതെങ്ങനെയുണ്ട്? ഇസ് ഇറ്റ് ഓക്കെ? അങ്ങനെയൊക്കെ പോയാൽ പോരെ? ഓൾറൈറ്റ്, ശരി. എന്നാൽ നമുക്ക് ഇന്ന് നമ്മുടെ സെക്കൻഡ് പാർട്ട്, ടെക്സ്റ്റിലെ സെക്കൻഡ് പാർട്ടിലുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും. ഐ വോണ്ട് ബി ഗോയിങ് വെരി ഡീപ്പ് ഇൻ ടു ഓൾ ദീസ് ചാപ്റ്റേഴ്സ്. ഈ ചാപ്റ്റേഴ്സിന് ഭയങ്കര ഡിസ്ക്രിപ്ഷൻസിലൊന്നും നമ്മൾ പോകുന്നില്ല. എന്തൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട ചില പാരഗ്രാഫ്സ്, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ വിൽ ബി ഡിസ്കസിങ് ഇൻ ദിസ് വീഡിയോ. ഓക്കെ ഓക്കെ. അപ്പം ഇതിൽ തന്നെ നമുക്ക് ആദ്യം തന്നെയുള്ളത് ദി സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണ്. സ്കോളർഷിപ്പ് ജാക്കറ്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾ ക്ലാസ്സിലൊക്കെ കേട്ട് നിങ്ങൾ തഴമ്പിച്ച കഥയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. ആരാ സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ ഓഥർ? ഹു ഇസ് ദി ഓഥർ ഓഫ് സ്കോളർഷിപ്പ് ജാക്കറ്റ്? ഹു ഇസ് ദി ഓഥർ? ആരാടോ? മാതാ സാലീനാസ് അല്ലേ? മാതാ സാലീനാസിന്റെ ഒരു സ്റ്റോറിയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. നിങ്ങൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഓക്കെ, ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. നിങ്ങൾക്ക് ചില സമയത്ത് എക്സാം എഴുതുമ്പോൾ ഒരു സംശയം വരും, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണ് മാതാ സാലീനാസിൻ്റെ ഒക്കെ ആണെന്ന് അറിയാം, പക്ഷേ ഇതിപ്പോൾ ഒരു സ്റ്റോറിയാണോ അതോ പ്ലേ ആണോ, ഇനി അതുമല്ല ഒരു പോയമാണോ എന്നൊക്കെ ഒരു സംശയം വരും. സോ ജസ്റ്റ് ബി ഷുവർ അബൌട്ട് ദിസ് തിങ്. വെരി ഗുഡ്, മാതാ സാലീനാസ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇറ്റ് ഈസ് ഫ്രം മൈ എക്സ്പീരിയൻസ് ദാറ്റ് ഐ എം ടോക്കിംഗ് ടു യു. നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മാതാ സാലീനാസ് ആണ്, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആണെന്നൊക്കെ അറിയാം. പക്ഷേ എക്സാം ഹാളിൽ പോയിരിക്കുമ്പോഴേക്കും വിൽ ബി ഹാവിങ് എ ഡൗട്ട് ലൈക്ക്, ഇനി ഇതിപ്പോൾ ഒരു എസ്സേ ആണോ, അതോ ഇനി ഒരു സ്റ്റോറിയാണോ, ഷോർട്ട് സ്റ്റോറിയാണോ, ഓർ ഇറ്റ്സ് സം കൈൻഡ് ഓഫ് പ്ലേ. ഇനി അതുപോലെ തന്നെ ഇത് നോക്കിക്കേ, വേറെ വി ഹാവ് വൺ മോർ തിങ്, നെവർ നെസ്റ്റ്. നമ്മൾ എഴുതി വെക്കാം, ദിസ് ഇസ് എ സ്റ്റോറി റിട്ടൺ ബൈ ആരാ?
സെഡ്രിക് മൗണ്ട് എന്നൊക്കെ പറഞ്ഞു, വിൽ ബി ജസ്റ്റ് റൈറ്റിംഗ് ലൈക്ക് വൈസ്. പക്ഷേ അവിടെ സ്റ്റോറി എന്ന് എഴുതിയാൽ ശരിയാവോ? ദിസ് ഇസ് ആക്ച്വലി എ വൺ ആക്ട് പ്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ, കുട്ടി കുട്ടി സാധനങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇറ്റ്സ് ആക്ച്വലി മാതാ സലീനാസ് തന്നെ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി എന്നുള്ള രീതിക്കാണ് നമ്മൾ വായിക്കുന്നത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി എ ബയോഗ്രഫി. അവരുടെ തന്നെ കഥയാണ് നമ്മുടെ അടുത്ത് പറയുന്നത്. വിൽ ബി സീയിങ് ലൈക്ക് ഡ്രസ്സസ് എല്ലാം ഐ ഉപയോഗിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ അല്ലെങ്കിൽ ആ ബയോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, വെരി ഗുഡ്. അപ്പം നിങ്ങളൊക്കെ അടിപൊളിയായിട്ട് പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിയെന്ന് നിങ്ങളുടെ ആൻസേഴ്സ് ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഏതൊക്കെയാണ് അപ്രിസിയേഷൻ ഏതാ ഇമ്പോർട്ടൻറ്റ്? ഓക്കെ, അതൊക്കെ നമ്മൾ പറയൂ കേട്ടോ. ഈ ഒരു വീഡിയോയിൽ തന്നെ നമ്മൾ പറയുന്നുണ്ട് അപ്രിസിയേഷൻ്റെ കാര്യങ്ങൾ. നമുക്ക് ഏതൊക്കെയാണെങ്കിലും അപ്രിസിയേഷൻ എന്ന് വരാൻ മാത്രം ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വി ആർ ഹാവിങ് വൺ പോം ദാറ്റ് ഈസ് പോയട്രി. ഈ ഒരു യൂണിറ്റിൽ നമുക്ക് പോയട്രി ആണുള്ളത്. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. പൊതുവേ നിങ്ങൾക്ക് ഡിഫിക്കൾട്ടായിട്ട് ഫീൽ ചെയ്യാവുന്ന ഐ ഡോണ്ട് സേ ദാറ്റ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട്, പൊതുവേ നിങ്ങൾക്ക് ഡിഫിക്കൾട്ട് ആണെന്ന് തോന്നുന്ന ഒരു പാർട്ടാണ് പോയട്രി എന്ന് പറയുന്നത്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി വെരി സിമ്പിൾ വൺ. നിങ്ങളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ ഫോർ യു ടു റൈറ്റ് ആൻ അപ്രീസിയേഷൻ ഓഫ് ദിസ് പോയട്രി. ഓക്കെ, അതിലേക്കൊക്കെ നമ്മൾ വരും. ആൻഡ് അപ്പോൾ നമ്മൾ ഈ ടൈറ്റിൽസിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. സ്കോളർഷിപ്പ് ജാക്കറ്റിൽ അറിയുന്ന കാര്യമാണ് മാതാ സലീനാസിന് അവൾക്ക് കിട്ടേണ്ട ഒരു ജാക്കറ്റ് കിട്ടാൻ അവൾ അനുഭവിക്കുന്ന ചാലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കാണുന്നത്. ഓക്കെ, ഏത് ഗ്രേഡിൽ പഠിക്കുമ്പോഴാണ് ഷീ വാസ് ഗെറ്റിംഗ് ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്? ഏത് ഗ്രേഡിൽ പഠിക്കുമ്പോഴാണ് അവൾക്ക് ഈ പറഞ്ഞ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടേണ്ടത്? വിച്ച് ഗ്രേഡ്? ഏത് ഗ്രേഡിലാ? ഓക്കെ, ഇവിടെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇറ്റ്സ് ഹയസ്റ്റ് ഗ്രേഡ്സ് ഇൻ 8 years. ഫോർ 8 yearsന്റെ കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം 8 years. ഓൾ റൈറ്റ്. ഇനി അപ്പോൾ അതാ ഗോൾഡൻ ജാക്കറ്റിന്റെ പ്രത്യേകതകൾ, സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നോക്കി വെക്കുക. എന്തൊക്കെയാണ് സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ പ്രത്യേകതകളിൽ വരുന്നത്? വാട്ട് ഓൾ തിങ്സ്? അപ്പോൾ അതാ സ്കോളർഷിപ്പ് ജാക്കറ്റ് ഇറ്റ് ഇസ് ഹാവിങ് എ ഗോൾഡ് എസ് ഓൺ ഇറ്റ് ഇൻ ദ ലെഫ്റ്റ് സൈഡ്. അതുപോലെ തന്നെ ഗോൾഡൻ ലെറ്റേഴ്സിൽ ആളുടെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ടാവും. ഓൾ റൈറ്റ്, ഫൈൻ. ഇനി നമുക്ക് ഇങ്ങോട്ട് നോക്കാനുള്ളത് എങ്ങനെയായിരുന്നു അവളുടെ ലൈഫ്. ഇനി ആരാണ് എഴുതിയിട്ടുള്ളതെന്ന് മറന്നു പോയത്? മാതാ സലീനാസ്. ആൻഡ് അവൾ എങ്ങനെയുള്ള ഒരാളായിരുന്നു? ക്യാരക്ടർ സ്കെച്ചസ് വരാം. മാതാ സലീനാസിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിൻ്റെയോ ഒക്കെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. ബി ഷുവർ അബൌട്ട് ദർ ഫിസിക്കൽ അപ്പിയറൻസ് ആസ് വെൽ ആസ് ദെയർ നേച്ചർ. അവരുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമ്മൾ അറിഞ്ഞില്ല. അപ്പം മാതാ സലീനാസിനെ പറ്റി പറയുമ്പോൾ ഫ്രം ദിസ് പിക്ചർ ഇറ്റ്സെൽഫ് വി നോ ദാറ്റ് ഷീ ഈസ് എ വെരി ലീൻ ഗേൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൾ ഒരുപാട് കളിയാക്കൽ, ബോഡി ഷേമിംഗ് ഒക്കെ അനുഭവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവളെ വിളിക്കുന്ന പേരൊക്കെ ഉണ്ട്. ബീൻ പോൾ എന്നൊക്കെ പറഞ്ഞ് അവളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. സ്ട്രിങ് ബീൻ, അതുപോലെ തന്നെ ബീൻ പോൾ എന്നൊക്കെ പറഞ്ഞ് അവളുടെ ഫ്രണ്ട്സ് അവളെ കളിയാക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. But still, she was very good at studying എന്നുള്ളത് ഓർക്കുക. Then she was very good at sports also, but she couldn't attain a jacket in that field because of her financial problems. വീട്ടിലെ പൈസയുടെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അവൾക്ക് ഈ പറഞ്ഞ മാതിരി അവിടുന്ന് ഫിനാൻഷ്യലി സ്പോർട്സിൻ്റെ മേഖലയിൽ അധികം അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നില്ല ബിക്കോസ് ഓഫ് ഹർ ഫിനാൻഷ്യൽ പ്രോബ്ലംസ്. ഓക്കെ, ഫൈൻ. അപ്പോൾ അതത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ അടുത്ത് ഓർത്തിരിക്കേണ്ടത് രണ്ട് ടീച്ചേഴ്സിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് വൺ ഇസ് എ മാത്സ് ടീച്ചർ ആൻഡ് ദ സെക്കൻഡ് വൺ ഇസ് എ ഹിസ്റ്ററി ടീച്ചർ. അപ്പം മിസ്റ്റർ സ്കിമിഡും അതുപോലെ തന്നെ മിസ്റ്റർ ബോണും രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സ് ഓർത്തിരിക്കണം. വൺ ഇസ് സ്റ്റാൻഡിങ് ഫോർ നല്ല കാര്യം, ഫോർ ദി ഗുഡ് ഡീഡ്സ്, ആൻഡ് അതർ വൺ സ്റ്റാൻഡ്സ് ഫോർ ബാഡ് നീഡ്സ്. അതായത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡപ്പ് ചെയ്യുന്ന ഒരാളും ആൻഡ് അതർ വൺ ഹി ഈസ് ഓൾവേസ് സ്റ്റാൻഡിങ് ഫോർ ദി എന്താ അത്ര നല്ലതല്ലാത്ത സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾക്ക് ഭയങ്കര സെൽഫിഷ് ആയിട്ട് ചിന്തിക്കുന്ന ഒരാളുമാണ് ഇവിടെയുള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനുള്ളത് വി മീറ്റ് ദിസ് പേഴ്സൺ, ദ ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഈവൻ ദോ ഹി ഈസ് നോട്ട് അറ്റ് ഓൾ ഹാവിങ് എനി ബിഗ് ഓർ ഗ്രേറ്റ് ഡയലോഗ്സ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഹി ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദിസ് സ്കോളർഷിപ്പ് ജാക്കറ്റ്. ഹലോ, ഒരുപാട് പേര് ഗ്രാമർ എടുക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി, ബട്ട് നോട്ട് ഇൻ ദിസ് വീഡിയോ. നമ്മുടെ വരുന്ന ക്ലാസ്സുകളിലെ വീഡിയോസിൽ വിൽ ബി ഡീലിംഗ് എൻറ്റയർലി വിത്ത് ഗ്രാമർ. നമുക്ക് വേണ്ടപ്പെട്ട ഗ്രാമർ പോർഷൻസ് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് വേണ്ട ഗ്രാമർ പോർഷൻസ് ഏതൊക്കെയാണ്? നിങ്ങളുടെ ഗ്രാമർ പോർഷൻസ് ഫസ്റ്റ് വൺ ഒബ്വിയസ്ലി യുവർ റിപ്പോർട്ടഡ് സ്പീച്ച്. റിപ്പോർട്ടഡ് സ്പീച്ചിൽ നമുക്ക് വേണ്ട ടെൻസുകൾ, അതിൻ്റെ ചേഞ്ചസ് ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ആൻഡ് ദെൻ പിന്നെ നമുക്കുള്ളത് എന്താ? ക്വസ്റ്റ്യൻ ടാഗ്സ് ഉണ്ട്. ആൻഡ് ദെൻ ആക്റ്റീവ് ആൻഡ് പാസീവിൻ്റെ ചെറിയ ചെറിയ അംശങ്ങൾ വരുന്നുണ്ട്. ദെൻ ഫ്രേസൽ വെർബ്സ് നമുക്ക് വരുന്നുണ്ട്. എഡിറ്റിംഗ് ദി പാസേജ്. ടെൻസസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ എഡിറ്റിംഗിലൊക്കെ വരുമ്പോഴേക്കൊക്കെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് ഓൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ഹൗ യു അണ്ടർസ്റ്റാൻഡ് ദ ടെൻസസ്. ടെൻസസ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഡു റിപ്പോർട്ടഡ് സ്പീച്ച്.
ഇമ്പോർട്ടൻറ്റ് സ്പീച്ച് ചെയ്യാം, അതുപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടാഗ്സും ചെയ്യാം. ഫ്രേസൽ വെർബ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, എഡിറ്റിംഗ്. യെസ് വെരി ഗുഡ്. ഓക്കെ, സോ വിൽ ബി ഡീലിംഗ് വിത്ത് ദാറ്റ് ഇൻ എ വെരി പെർട്ടിക്കുലർ വീഡിയോ. ആ ഗ്രാമർ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തന്നെ വിൽ ബി ഡൂയിങ് എ വീഡിയോ. ഓൾ റൈറ്റ്, ഫൈൻ. അപ്പം വി വർ ഡിസ്കസിങ് അബൌട്ട് ദിസ് തിങ് അല്ലേ, ഗ്രാൻഡ് ഫാദറിൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടായിരുന്നു. ഈവൻ ദോ ഹി വാസ് നോട്ട് ഹാവിങ് സോ മെനി ഡയലോഗ്സ്, അദ്ദേഹത്തിൻ്റെ ഉള്ള വളരെ കുറച്ച് ഡയലോഗ്സ് ദാറ്റ് ഈസ് പ്രെറ്റി പവർഫുൾ. അത് ഈ കഥയുടെ ഒരു മൂവ്മെൻറ്റിനെ തന്നെ അല്ലെങ്കിൽ കഥയുടെ ഒരു ഫ്ലോയെ തന്നെ മാറ്റിമറിക്കാൻ പാകത്തിനുള്ളതായിരുന്നു ഹിസ് ഡയലോഗ്സ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത്. ആൻഡ് ഈ കഥ നമുക്ക് ഫെമിലിയർ ആണ്, അതുകൊണ്ട് തന്നെ ഐ എം നോട്ട് ഡിസ്ക്രൈബിങ് ദി സ്റ്റോറി in a very whole manner. നമ്മൾ അടുത്ത വേറെ വരുന്ന വീഡിയോസിൽ വിൽ ബി ഡൂയിങ് ഷോർട്ട് സമ്മറീസ് ദാറ്റ് ഹെൽപ്പ് യു ടു അണ്ടർസ്റ്റാൻഡ് ദി സ്റ്റോറി മച്ച് ബെറ്റർ. ഒരുപാട് ഇത് മുഴുവൻ വായിച്ചു പോകാണ്ട് നമ്മൾ കുട്ടി കുട്ടി സമ്മറീസ് വരുന്ന വീഡിയോസിലൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് ഇനി നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ദ നെക്സ്റ്റ് വൺ ദാറ്റ് ഇസ് ഒരു പോയട്രി ഭാഗമാണ്. ദ പോയം ഇസ് പോയട്രി. ഓക്കെ, പോയട്രി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊക്കെ ബാലികേറ മല അല്ലേ, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആയിട്ട് തോന്നിയിട്ടുള്ള പോയമാണ്. ബട്ട് ഇറ്റ്സ് എ വെരി സിമ്പിൾ വൺ. ഇതിനും നമ്മളിപ്പം അധികം എന്താണ് ഒരുപാട് ഡിസ്ക്രിപ്ഷൻസിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഡിസ്ക്രിപ്ഷൻ വിൽ ബി ഡൂയിങ് ദാറ്റ് ഇൻ എ വെരി സൂൺ വീഡിയോ. ഓൾ റൈറ്റ്, സോ ഇവിടെ പോയട്രി ആൻഡ് ഇറ്റ് ഇസ് റിട്ടൺ ബൈ ഹു ഇസ് ദി ഓഥർ? പാബ്ലോ നെറൂദ. ഓക്കെ, പാബ്ലോ നെറൂദയുടെ മലയാളത്തിലെല്ലാം അറിയാം, ഇംഗ്ലീഷിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല, നിങ്ങളുടെ പ്രോബ്ലംസ് എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇറ്റ്സ് ഓക്കെ, ഐ വിൽ ബി ഗിവിങ് യു മൈ റിപ്ലൈസ്. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഐ വിൽ ബി ഗിവിങ് യു മൈ റിപ്ലൈസ്. ഓക്കെ, അപ്പോൾ ഫോർ ദിസ് തിങ് മലയാളത്തിലെല്ലാം അറിയാം, ബട്ട് ഇംഗ്ലീഷിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് യുവർ നിങ്ങൾക്ക് കുറച്ച് വൊക്കാബുലറി കുറവായിരിക്കും, അല്ലെങ്കിൽ മേ ബി ബിക്കോസ് യു ആർ ടെൻസ്ഡ്, നിങ്ങളുടെ ടെൻഷൻ കൊണ്ടോ ഒക്കെ ആയിരിക്കും. ബട്ട് നോ പ്രോബ്ലം, നോ വറീസ്. നിങ്ങൾക്ക് കഥ അറിയാം, നിങ്ങൾക്ക് കാര്യമെല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ഫോർ സിമ്പിൾ സെൻറ്റൻസസ്. നിങ്ങൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരു സെൻറ്റൻസ് തന്നെ എല്ലാം തികയ്ക്കണം എന്നുള്ള നിർബന്ധത്തിലൊന്നും പോകണ്ട. ഓരോ സെൻറ്റൻസസും വളരെ സിമ്പിൾ ആക്കുക. ഓക്കെ, കുട്ടി കുട്ടി സെൻറ്റൻസസ് ആയിട്ട് നിങ്ങൾ ഫ്രാഗ്മെൻറ്റ് ചെയ്യുക, ദെൻ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ചെറുതാവുമ്പോഴേക്കും സെൻറ്റൻസസ് ചെറുതാവുമ്പോൾ തന്നെ നിങ്ങൾ അതിൽ വരുത്തുന്ന മിസ്റ്റേക്സ് കുറയും. ഓക്കെ, അപ്പോൾ മാതാ സാലിനാസ് ഇസ് എ വെരി ഗുഡ് ഗേൾ. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാണ് കേട്ടോ. മാതാ സാലിനാസ് ഇസ് എ വെരി ഗുഡ് ഗേൾ, അതൊരു സെൻറ്റൻസ് ആണ്. ഒരുപാട് അല്ലെങ്കിൽ കുറച്ചുകൂടി ചിലപ്പോൾ ആൾക്കാർ എഴുതും മാതാ സാലിനാസ് ഇസ് എ ഗുഡ് ഗേൾ ഹു ഇസ് ഹാവിങ് സോ ആൻഡ് സോ ക്വാളിറ്റീസ് ആൻഡ് നൗ ഷീ ഈസ് ജസ്റ്റ് സ്റ്റഡിങ് ഇൻ പർട്ടിക്കുലർ സ്കൂൾ എന്ന് പറഞ്ഞ് ഒരു വലിയ ബിഗ് സെൻറ്റൻസ് നമുക്ക് ആക്കാം, ഒരു കോംപ്ലക്സ് സെൻറ്റൻസിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ബട്ട് ഇഫ് യു ആർ നോട്ട് ഹാവിങ് ദാറ്റ് കോൺഫിഡൻസ്, നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് കുറച്ച് കുറവാണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്പ്ലിറ്റ് ഇൻ ടു ദാറ്റ് സിമ്പിൾ സെൻറ്റൻസസ്. കുട്ടി കുട്ടി സെൻറ്റൻസസ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുക, ദെൻ യു വിൽ ബി ഏബിൾ ടു എക്സ്പ്രസ് യുവർ ഐഡിയാസ്. ഓക്കെ, അപ്പം നിങ്ങളുടെ വൊക്കാബുലറി ഒക്കെ അറിയാം, ദെൻ ഇറ്റ്സ് ഓക്കെ, ദെൻ ഇറ്റ്സ് വെൽ ആൻഡ് ഫൈൻ. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടിരുന്ന് നിങ്ങൾ അങ്ങോട്ട് എഴുതി വെച്ചാൽ മാത്രം മതി, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഫൈൻ. അപ്പം നമ്മൾ ഇവിടെ പോയട്രീനെ പറ്റിയിട്ടാണ് പറഞ്ഞിരുന്നത്. ഇതിൻ്റെ അപ്രീസിയേഷൻ നമ്മൾ കുറച്ച് പേരൊക്കെ ചോദിക്കുന്നത് കണ്ടു. അപ്രീസിയേഷൻ എന്ന് പറയുമ്പോഴേക്കും ആദ്യം തന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പോയട്രി ടൈറ്റിൽ ഷുഡ് ബി ദർ, ഇറ്റ്സ് എ പോയം ആൻഡ് ഹൂ ഇസ് ദി ഓത്തർ എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തേണ്ടതാണ്. ഇനി ഇതിനകത്തെ തീം ഞങ്ങൾ ആദ്യം കൊടുക്കുന്ന ആ ഒരു സ്റ്റാൻസിൽ യു ഷുഡ് മെൻഷൻ ദ തീം ഓൾസോ എന്ന് വിചാരിച്ച് പോയട്രിയിൽ മുഴുവൻ എന്താണ് പറയുന്നത്, ഈ ഒരു എൻറ്റയർ പോയത്തിൽ മുഴുവൻ പറയുന്നത് ഓരോ ലൈൻ ബൈ ലൈൻ അവിടെ എടുത്ത് എഴുതി വെക്കണമെന്നല്ല ഞാൻ പറയുന്നത്. പകരം ആദ്യത്തെ ആ ഒരു ചെറിയൊരു പാരഗ്രാഫിൽ യു ജസ്റ്റ് മെൻഷൻ വാട്ട് ഈസ് ദി ആക്ച്വൽ തീം, എന്താണ് ഈ മുഴുവനായിട്ടുള്ള ഒരു പോയത്തിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു തീം എന്താണെന്ന് മാത്രം നിങ്ങൾ അതിൽ പറഞ്ഞു വെച്ചാൽ മതി. ഫോർ എക്സാമ്പിൾ, ഈ പോയം എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് തീം, എന്താ, ഹൗ ദി പോയറ്റ് ഗോട്ട് ഹിസ് പോയറ്റിക് ഇൻസ്പിറേഷൻ, എഴുതാനുള്ള കഴിവ് അല്ലെങ്കിൽ എഴുതാനുള്ള ഒരു പ്രചോദനം ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് നമ്മുടെ പോയറ്റിന് കിട്ടിയിട്ടുള്ളത് എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം അവിടെ എഴുതിയാൽ മതി. സോ ദ തീം ഓഫ് ദിസ് പോയം ഈസ് ഹൗ ദി പോയറ്റ് ഗോട്ട് ഹിസ് പോയറ്റിക് ഇൻസ്പിറേഷൻ. ദാറ്റ്സ് ഇറ്റ്. അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞ ആദ്യത്തെ ഒരു പാരഗ്രാഫിൽ നിങ്ങൾക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട്. ഓൾറൈറ്റ്, അപ്പോൾ അത് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് കമ്മിങ് ടു ദ നെക്സ്റ്റ് ആൻസർ, നെക്സ്റ്റ് പാരഗ്രാഫ്. അടുത്ത പാരഗ്രാഫിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എന്താ എഴുതാനുള്ളത്? യു വിൽ ബി ഗിവൺ വിത്ത് ഫ്രം എ you will be given a particular stanza from the poem. അപ്പോൾ ഒരു പോയത്തിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സ്റ്റാൻസ തരും. ഓക്കെ, ആ സ്റ്റാൻസിനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ എൻറ്റയർ പോയത്തിൽ എന്താണ് പറഞ്ഞു വരുന്നതെന്നും കൂടെ പറഞ്ഞ് ആ ഒരു സ്റ്റാൻസ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് അവിടെ കൊടുക്കുക. ആൻഡ് ദെൻ കംസ് എന്താ,
നമ്മുടെ പോയറ്റിക് ഡിവൈസസ്, നമുക്ക് ഒരുപാട് ഫിഗർ ഓഫ് സ്പീച്ചുകൾ ഉണ്ടാവും, പോയറ്റിക് ഡിവൈസസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്. ഇവിടെ നോക്കിയേ, ആൻഡ് ഇറ്റ് വാസ് അറ്റ് ദാറ്റ് ഏജ് പോയട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് മീ. ഇവിടെ at this age poetry arrived in search of me. ഇതൊരു എക്സാമ്പിൾ മാത്രമായിട്ട് എടുക്കുക. ഇവിടെ you can note one poetic device, അല്ലെങ്കിൽ ഒരു ടെക്നിക്ക് നിങ്ങൾക്ക് ഇവിടെ നോട്ടീസ് ചെയ്യാൻ പറ്റും. വാട്ട് ഈസ് ദ ടെക്നിക്? ആർക്കെങ്കിലും ആ ഒരു പേര് പറയാൻ പറ്റുമോ? Can anyone of you tell me what kind of thing, അല്ലെങ്കിൽ what kind of technique is used here? Anyone? Can anyone tell me that? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് ആ ഒരു സെന്റൻസിൽ നമ്മൾ കാണുന്നത്? Alright, I'll say, ഞാൻ പറയാം, നിങ്ങളുടെ എക്സാംസിന് യൂസ്ഫുൾ ആവട്ടെ, ഇൻവേർഷൻ. Alright, this is an example for inversion. This is not actually personification. Poetry is that is right, personification തന്നെയാണ് വരുന്നത്. Poetry is actually personified. പക്ഷെ ഞാൻ ചോദിച്ചത് about this particular sentence. ഈ ഒരു സെന്റൻസിനെ പറ്റി മാത്രമാണ് കേട്ടോ ഞാൻ ചോദിച്ചത്. Poetry വന്നു എന്ന് പറയുന്നത് that is personification. അതിന്റെ കൂട്ടത്തിൽ I am talking about this inversion. Personification right അല്ല എന്നല്ല, personification is there, poetry വന്നു. Okay, that is personification. One more thing is here, that technique is called as inversion. Okay, inversion എന്നാണ് ആ ഒരു ടെക്നിക്കിനെ നമ്മൾ പറയാം. അപ്പോൾ എന്താണ് inversion? For example, and it was at this age poetry arrived in search of me. Usually ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യമാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണം, അത് നിങ്ങളെ ഇങ്ങോട്ട് തേടി വരാണോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങളുടെ അടുത്തേക്ക് ഇങ്ങോട്ട് വരുമോ? ഇസ് ഇറ്റ് പോസിബിൾ? അങ്ങനെ വരുമോ പൊതുവേ? ഇല്ല. പൊതുവേ നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത്, യു വിൽ ബി ഗോയിങ് ഇൻ സെർച്ച് ഓഫ് ദാറ്റ് തിങ്. നിങ്ങൾ അതിൻ്റെ അടുത്തേക്ക് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ പോയറ്റിന് ആവശ്യമുണ്ടായിരുന്ന ആ ഒരു ഇൻസ്പിറേഷൻ അങ്ങോട്ട് പോയിട്ട് പോകുന്നതിന് പകരം അത് ഇങ്ങടാ വന്നേ. ദാറ്റ് ഈസ് എ ഡിഫറൻസ്. അപ്പോൾ അങ്ങോട്ട് പോകുന്നതിന് പകരം ഇങ്ങോട്ട് വന്നു. സോ ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇൻവേർഷൻ. ഒരു ഡിഫറൻസ് ഉണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കാര്യങ്ങൾ നടന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നതിന് പകരം എന്നെ തേടി അത് ഇങ്ങോട്ട് വന്നു. സോ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഇൻവേർഷൻ. ദിസ് ഈസ് ഓൾസോ പെർസണിഫിക്കേഷൻ. പെർസണിഫിക്കേഷൻ അല്ല എന്നല്ല പറയുന്നത്. പോയട്രി ഈസ് പെർസണിഫൈഡ് ഹിയർ, ബട്ട് ദിസ് പെർട്ടിക്കുലർ സെന്റൻസ് ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഫോർ ഇൻവേർഷൻ. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയില്ലേ? ഓക്കെ ഫൈൻ. നമുക്ക് ഇതിനല്ലാണ്ട് തന്നെ വേറെയും കുറേ അധികം ഇമേജസ് ഇതിൽ വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കി, ഐ ഡോണ്ട് നോ. സെയിം ഫ്രേസസ് ആർ റിപ്പീറ്റഡ്. രണ്ടും വീണ്ടും ഫ്രേസസ് റിപ്പീറ്റ് ആയി വരുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഐ ഡോണ്ട് നോ എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ. ദാറ്റ് ഇസ് ഓൾസോ എ ടെക്നിക് യൂസ്ഡ് ഹിയർ. ഒരു കാര്യം ഇവിടെ ഇൻവേർട്ടഡ് ആയി, തന്നെ ഇവിടെ രണ്ട് കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്തു വരുന്നു. സോ ദിസ് ഇസ് repetition. Okay, then poetry is also personified. ഈ ഒരു പോയത്തിൽ ഫുള്ള് നമ്മൾ കാണുന്നത് പോയട്രിയുടെ പെർസണിഫിക്കേഷൻ ആണ്. This is not alliteration ആണ്, but same thing is, but this is actually repetition. ഈ ഒരൊറ്റ ഫ്രേസ് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരാണ് ചെയ്യുന്നത്. Okay, I don't know, same thing is repeated again and again. Okay, so that is repetition. All right, then നെക്സ്റ്റ് കംസ്, ഇനി നമുക്ക് ഇതിൽ ഒരുപാട് വിഷ്വൽ ഇമേജസ് കാണാൻ പറ്റുന്നുണ്ട്. ഇമേജറീസ് ഏതൊക്കെയാണെന്ന് പറയാമോ? സ്ട്രീറ്റ്, ഐ വാസ് സമ്മൺഡ്, ബ്രാഞ്ചസ് ഓഫ് നൈറ്റ്, ഇതൊക്കെ ഒരു തരം ഇമേജറിയാണ്. ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഇമേജറീസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് അങ്ങോട്ട് ഡിസ്കസ് ചെയ്ത് പോകുന്നില്ല. ഹൗ പോയട്രി കം ഇൻ സെർച്ച് ഓഫ് പോയറ്റ്, ഇങ്ങോട്ട് എങ്ങനെയാണ് പോയറ്റിൻ്റെ ഉള്ളിലേക്ക് പോയറ്റിക് ഇൻസ്പിറേഷൻ വന്നത് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ ഫൈൻ. പോയട്രി വന്നപ്പോഴേക്കും ദ പോയറ്റ് വാസ് എക്സ്പീരിയൻസിങ് ലോട്ട് ഓഫ് ഡിഫറൻസസ്. പോയട്രി വന്നതിന് ശേഷം തൻ്റെ ലോകത്തിലുണ്ടായ ചേഞ്ച്, തനിക്കുണ്ടായ ചേഞ്ച് ഒക്കെയാണ് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു വെക്കുന്നത്. ഓൾ റൈറ്റ്, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ഫോർ ദി വൺ ആക്ട് പ്ലേ. അത് നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാത്തത്, നമ്മൾ വിൽ ബി ഡിസ്കസിങ് വെരി ഡീറ്റെയിൽഡ് വൺ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അടുത്ത വീഡിയോസിൽ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പോൾ ഇനി നമുക്കുള്ളത് വി ഹാവ് എ വൺ ആക്ട് പ്ലേ, ദ നെവർ നെവർ നെസ്റ്റ്. അപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ തന്നെ യു ഹാവ് ടു give emphasize to this thing. ഈ ഒരു എംഫസിസ് നെവർ നെവർ നെസ്റ്റ്, അവിടെ ഒരു കൂടുതലായിട്ടുള്ളൊരു എംഫസൈസ് അവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആ ടൈറ്റിലിനുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലേ? അതെന്താണ് അവിടെ നടക്കുന്നത്? നെവർ നെവർ നെസ്റ്റ്, ബിക്കോസ് ദ ഹൗസ് ദാറ്റ് ഈസ് നെവർ ഗോയിങ് ടു ബി വൺസ് ഓൺ, അതായത് നമ്മുടെ ജാക്കിൻ്റെയും ജില്ലിൻ്റെയും ഒരിക്കലും സ്വന്തമാവാത്ത വീട് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വി ഹാവ് ജാക്ക്, ജിൽ, ഓൺ ജെയിൻ ആൻഡ് ദ നഴ്സ്. ഇവർ മാത്രമേ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ളൂ. സോ യു ഷുഡ് ബി തറവ് വിത്ത് ദി
ഓപ്പണിംഗ് സീൻ എവിടെയാണ് നടക്കുന്നത്? വേർ ഇസ് ഇറ്റ് ഹാപ്പനിങ്? ഇറ്റ് ഇസ് ഹാപ്പനിങ് ഇൻ ദി വില്ല, ജാക്സ് വില്ല അറ്റ് ന്യൂ ഹാംസ്റ്റഡ്, ആൻഡ് ഓൺ ജെയിൻ ഇസ് പേയിങ് എ വിസിറ്റ് ടു ദം. ഇവരെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അവിടെ മെയിൻലി നമ്മൾ വരുന്നത് EMI സിസ്റ്റമാണ് നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ബെയേഴ്സ് ആൻഡ് ബൂൺസ് ആണ് നമ്മൾ ഈ ഒരു എൻറ്റയർ ചാപ്റ്ററിൽ കാണുന്നത്. ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക. പിന്നെ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാരക്ടർ സ്കെച്ചസ്. Character sketch of Jack, Jill and Onjane. For example, if you are taking character sketch of Onjane the character sketch ആണ് എടുക്കുന്നതെങ്കിൽ you should have to note this point that Onjane is a very practical lady. വളരെ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങളെ നോക്കി കാണുന്ന, കാര്യങ്ങൾ എടുക്കുന്ന ഒരു ലേഡിയാണ് Onjane. ആ കാര്യം എപ്പോഴും just keep it in your mind. കാരണം എന്താണ്? She didn't want any penny from others. ഒരു നാണയം പോലും she didn't want to buy from others. ഒരാളുടെ അടുത്ത് നിന്ന് കടം മേടിക്കാൻ she didn't want. അവർക്കത് ഇഷ്ടമല്ല. ആൻഡ് ഷീ ഈസ് ഓൾസോ അഡ്വൈസിങ് അതേഴ്സ്. ജാക്കിനും ജില്ലിനും ഈ അതേ അഡ്വൈസ് ആണ് കൊടുക്കുന്നത്. ഡോണ്ട് ഗോ ഫോർ എനി അതർ മെത്തേഡ്സ് ടു ബൈ മണി, അല്ലെങ്കിൽ ടു ബ്രിങ് മണി ടു യുവർ ലൈഫ്. അധ്വാനിക്കുക, ജസ്റ്റ് ലിവ് എ സാറ്റിസ്ഫൈഡ് ലൈഫ് വിത്ത് വാട്ട് ഓൾ തിങ്സ് യു ഹാവ്. നിങ്ങൾക്കുള്ളത് വെച്ചിട്ട് നല്ല രീതിക്ക് ജീവിക്കുക എന്നുള്ളൊരു സൈനാണ് ആൻറ്റി തരുന്നത്. ഷീ ഈസ് ഓൾസോ വെരി ജെന്റിൽ ആസ് വെൽ ആസ് എ വെരി ഒരു കുറച്ച് ദേഷ്യക്കാരിയായിട്ടുള്ള ഒരു കഥാപാത്രമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വിൽ ബി സീയിങ് ലൈക്ക് ജാക്കും ജില്ലും പറയുന്നതിനകത്ത് ജാക്ക് പറയുന്നുണ്ട് ആൻജെയിൻ എന്തൊരു ദേഷ്യക്കാരിയായിട്ടുള്ള സ്ത്രീയാണെന്നല്ലേ എന്നൊക്കെ നമ്മൾ ഇവിടെ ഒരു ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. ഒരു പെർട്ടിക്കുലർ ഡയലോഗ് സെഡ് ബൈ ജാക്ക്. ലാസ്റ്റിലേക്ക് വരുമ്പോൾ വി ആർ സീയിങ് സച്ച് എ ഡയലോഗ്. വാട്ട് എ ടാർട്ടർ. കണ്ടോ, ദിസ് ഡയലോഗ് ഇസ് ഹിയർ. വാട്ട് എ ടാർട്ടർ. വാട്ട് എ ടാർട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഇറ്റ്സ് മീനിങ്? എന്തൊരു ഭയങ്കര ദേഷ്യമുള്ള സ്ത്രീയാ വാട്ട് എ ടാർട്ടർ, എന്തൊരു മുൻകോപക്കാരിയാ. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓൺജെയിൻ ഈസ് ഓൾസോ വെരി ജെന്റിൽ ആൻഡ് കെയറിങ്. ഭയങ്കര കെയറിങ് ആയിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് നമുക്ക് ആ കെയറിങ് മനസ്സിലാവുന്നത്? ഷി ഗീവ് ദ ചെക്സ്, കുറച്ച് പൈസയൊക്കെ, യു ജസ്റ്റ് ടേക്ക് ദിസ് തിങ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ എടുത്തിട്ടുള്ള ഒരു EMI അടയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അതിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഷീ ഈസ് ജസ്റ്റ് ഗിവിങ് ദം സം മണി. ലാസ്റ്റ് പോകാൻ നേരത്ത് ഈ കുറച്ച് പൈസയും കൊടുത്തിട്ടാണ് ഓൺജെയിൻ പോകുന്നത്. ആൻഡ് ഷീ ഡിഡ്ന്റ് ലൈക്ക് വേറെ ഏതെങ്കിലും ഒരാളുടെ സാധനങ്ങൾ ഭയങ്കര ലാവിഷായിട്ട് ഉപയോഗിക്കുക. ഒരു ലക്ഷറിയസ് ലൈഫ് ഒന്നും ഒരിക്കലും ഡിമാൻഡ് ചെയ്യുന്ന ഒരാളല്ല നമ്മുടെ ഓൺജെയിൻ. ആൻഡ് വാട്ട് അബൌട്ട് ദി ക്യാരക്ടർ സ്കെച്ച് ഓഫ് ജാക്ക് ആൻഡ് ജിൽ? ജാക്കും ജില്ലിൻ്റെയും ക്യാരക്ടർ സ്കെച്ച് വരുമ്പോഴേക്കും ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി എ കോൺട്രാസ്റ്റ് ടു ഓൺജെയിൻ. ഓൺജെയിൻ്റെതുമായിട്ട് വളരെ കോൺട്രാസ്റ്റ് ചെയ്ത് നിൽക്കുന്നത്, ഇങ്ങനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ളത്. ഓക്കെ, അവർ വളരെ ലക്ഷൂറിയസ് ആണ്. അവർ സാധനങ്ങളെല്ലാം EMIക്കാണ് എടുക്കുന്നത്. ദേ ഡോണ്ട് കെയർ അബൌട്ട് ലൈഫ്. ഇനി എന്താണ് വരുന്നത്, അല്ലെങ്കിൽ ദേ ഡിഡ്ന്റ് തിങ്ക് അബൌട്ട് വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. ഇനി എന്താ നാളേക്ക് എന്താ വരിക എന്നുള്ളതൊന്നും ദേ ആർ നോട്ട് അറ്റ് ഓൾ തിങ്കിങ്. അവർക്ക് ഇപ്പോൾ ഉള്ളത് അവർ അടിപൊളിയായിട്ട് ജീവിക്കുന്നു. അവർക്ക് ഈവൻ ദോ ദെയർ സേവിങ്സ് ഓർ ഏർണിങ്സ് വളരെ കുറവാണെങ്കിലും ദേ ആർ സ്പെൻഡിങ് മോർ ദാൻ ദാറ്റ്. അവർക്കുള്ളതിനേക്കാളും കൂടുതലാണ് അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ അത്രയാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് നോക്കാനുള്ളത്. ദെൻ ലാസ്റ്റിലേക്ക് വരുമ്പം ഈവൻ ദെയർ ബേബീസ് എ പാർട്ട് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് അറിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും എത്രത്തോളം അൺമെച്യൂർഡ് ആണ് അല്ലെങ്കിൽ ഇമ്മെച്യൂർഡ് ആണ് നമ്മുടെ ഈ ഒരു ജാക്ക് ആൻഡ് ജിൽ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ അവിടെ ശ്രദ്ധിച്ചിരിക്കുക. And also just keep it in your mind the importance of the title. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ടൈറ്റിൽ, അല്ലെങ്കിൽ എത്രത്തോളം ഈ ടൈറ്റിൽ കോംപ്ലിമെന്റ്സ് ടു ദിസ് വൺ ആക്ട് പ്ലേ എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ഫൈൻ. സോ വൺ ചാപ്റ്റർ അല്ലെങ്കിൽ വൺ യൂണിറ്റ് ഇസ് ഓവർ. നൗ വി ഹാവ് വൺ മോർ യൂണിറ്റ്. അതിൽ നമുക്ക് വി ഹാവ് ട്രീ. അതിൽ ഫസ്റ്റ് വൺ ഇസ് വാങ്ക ആൻഡ് ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി ബൈ ആൻഡൻ ചെക്കോവ്. ദ കാസ്റ്റവേ രവീന്ദ്രനാഥ് ടാഗോറിൻ്റെയാണ്. ആൻഡ് ദെൻ മദർ ടു എ സൺ, ദാറ്റ്സ് എ പോയം ബൈ Langston Hughes. Okay. All right. Yeah. All of you are answering. Very good. നിങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഓക്കെ, അപ്പം എങ്ങനെയുണ്ട്? ഹൗ ഫാർ ദിസ് ഗോയിങ്? നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ ഫോർ യു? നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഫ് യു ഹാവിങ് എനി ഡൗട്ട്സ്, നിങ്ങൾക്ക് അല്ലാണ്ട് നിങ്ങളുടെ എന്തെങ്കിലും പറീസോ എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ ഇൻ യുവർ കമൻറ്റ് സെക്ഷൻ. ഓക്കെ, കമൻസിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇഫ് യു ആർ ഹാവിങ് എനി ഡൗട്ട്സ് ഓർ some queries, not only about the subject, നമുക്ക് എക്സാം എഴുതുന്ന ടൈമിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും യു ക്യാൻ ജസ്റ്റ് ആസ്ക് മീ. ഓൾ റൈറ്റ്, ഫൈൻ. നൗ ഇനി നമുക്ക് വാങ്കേനെ പറ്റി നോക്കാം. ആൻഡൻ ചെക്കോവിൻ്റെ ആണ് വാങ്ക. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി. വാങ്കയുടെ കാര്യം നമുക്കറിയാം. വാങ്കയിൽ നിന്ന് നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കാരണം ഒരു ചെറിയ കുട്ടിയുടെ
ഒരു പ്ലൈറ്റ്, ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ആ ഒരു കഥയിൽ നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പം വാങ്ക എന്ന് പറയുന്നത് ഇറ്റ് ഡിനോട്ട്സ് അല്ലെങ്കിൽ ഇറ്റ് സേസ് എ സ്റ്റോറി ഓഫ് എ ലിറ്റിൽ ബോയ് ഹു ഇസ് സ്റ്റേയിങ് ഇൻ ഹിസ് മാസ്റ്റർ ഒരു ഷൂ മേക്കേഴ്സ് ഹൗസ് ആൻഡ് ഹീ ഈസ് സഫറിങ് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ മാസ്റ്റർ ആൻഡ് ഹിസ് ഫെലോസ്. അവരുടെ വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടുന്ന ഒരു കുട്ടീനെയാണ് കാണുന്നത്. ആൻഡ് വി മീറ്റ് ഡിഫറെൻറ്റ് പേഴ്സൺസ് ഇൻ ദിസ് സ്റ്റോറി ആൻഡ് സോ ദാറ്റ് യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് ക്യാരക്ടർ സ്കെച്ചസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് വി ഹാവ് ഗ്രാൻഡ് ഫാദർ, ദെൻ 2 ഡോഗ്സിൻ്റെ കാര്യം പറയുന്നുണ്ട്, ഈലാൻ കഷ്ടാങ്ക. ദെൻ മാസ്റ്ററിൻ്റെ കാര്യം, മാസ്റ്റർ ഹാസ് ലോട്ട് ഓഫ് അതർ അപ്രൻറ്റിസസ് ആൻഡ് ദീസ് അപ്രൻറ്റിസസ് ഓൾസോ യൂസ് ടു ബുള്ളി ദിസ് ബോയ്. ഇവനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അവരും നടന്നിരുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ സ്ട്രെസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കണ്ടീഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ ബോയ് വാങ്ക, അവൻ എങ്ങനെയാണ് അവിടെ ജീവിച്ചിരുന്നത്, ആ ഒരു കാര്യം നിങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. വാട്ട് ഓൾ സഫറിങ്സ് ഡിഡ് ഹീ ഗോട്ട് ഫ്രം ദാറ്റ് പെർട്ടിക്കുലർ ഹൗസ്. അപ്പോൾ അത് അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ, ഇഫ് യു ആർ ആസ്ക്ഡ് ടു റൈറ്റ് എ ഡയറി, ഓക്കെ, ഡയറി എഴുതാൻ പറ്റുവാണെങ്കിൽ പറയുകയാണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ഇറ്റ്, ബിക്കോസ് അതിനകത്ത് നിങ്ങൾ എഴുതേണ്ടത് മെയിൻലി ഹിസ് ഇമോഷൻസ്. ഒരു ചെറിയ കുട്ടിയാണ്, ആ ചെറിയ കുട്ടി എങ്ങനെയായിരിക്കും അവൻ്റെ ഡയറി എഴുതുക എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിന്ന് വേണം യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ദ ഡയറി. ഓക്കെ, എന്ന് വിചാരിച്ച് കൊച്ചല്ലേ അവൻ ഡയറി ഒന്നും എഴുതില്ല എന്ന് പറഞ്ഞ് അവിടെ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ മാർക്ക് പോവും, അത്രേ ഉള്ളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് യെസ്. അപ്പോൾ ബോയുടെ കാര്യം ജസ്റ്റ് ബി ഷുവർ അബൌട്ട് ദാറ്റ്. ഇനി അതല്ല, നെക്സ്റ്റ് വൺ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിൽ ഹീസ് എ വെരി ഫണ്ണി പേഴ്സൺ. അയാളുടെ ക്യാരക്ടർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ എന്തൊക്കെയാണ്? ഭയങ്കര ജോളി അടിച്ച് നടക്കുന്ന ഒരു നൈറ്റ് വാച്ച്മാൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കോൺസ്റ്റാന്റിൻ മക്കാരജ്. അപ്പം അദ്ദേഹത്തിന് ഹി ഈസ് ഹാവിങ് ഡോഗ്സ് വിത്ത് ഹിം. പിന്നെ അദ്ദേഹത്തിന് ഹി വാസ് ഹാവിങ് സം ഡ്രിങ്കിങ് ഹാബിറ്റ്സ് ആൻഡ് ഹി വിൽ ബി ടേക്കിംഗ് സ്നഫൊക്കെ എടുക്കുന്ന ആളായിരുന്നു. ദെൻ ഹിസ് ആറ്റിറ്റ്യൂഡ് വിത്ത് കുക്സ്, അവിടെയുള്ള ആൾക്കാരുടെ അടുത്തുള്ള ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് ജസ്റ്റ് ബി ഷുവർ അബൌട്ട് ദാറ്റ്. അത് നമ്മൾ ടെക്സ്റ്റ് വായിച്ചപ്പോൾ ഒരുപാട് പ്രാവശ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതാണ്. ആൻഡ് അബൌട്ട് ദോസ് 2 ഡോഗ്സ്, ഈലാൻ കഷ്ടാങ്ക, 2 പേരും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ്. ഒരാൾ ഭയങ്കര നോട്ടി, ഒരാൾ ഭയങ്കര കാമുമായിട്ടുള്ള ആളാണ്. ആൻഡ് നൗ വി ഹാവ് നമ്മുടെ വാങ്ക എഴുതുന്ന ലെറ്റർ. ഓക്കെ, ലെറ്റർ നമുക്ക് ഒരു പക്ഷേ ചോദിക്കാം, വാങ്ക എത്തരത്തിലുള്ളൊരു ലെറ്റർ നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത്, ഗ്രാൻഡ് ഫാദർ ജസ്റ്റ് കം ടു മീ, ജസ്റ്റ് ടേക്ക് മീ അവേ ഫ്രം ദിസ് പ്ലേസ് എന്നുള്ളതാണ് വാങ്ക എഴുതുന്ന ലെറ്ററിൻ്റെ ക്രക്സ് എന്ന് പറയുന്നത്. സോ യു വിൽ ബി ആസ്ക്ഡ് ടു റൈറ്റ് വാട്ട് ക്യാൻ ബി ദാറ്റ് ലൈക്ലി ലെറ്റർ ദാറ്റ് വാങ്ക ഹാസ് സെൻഡ് ടു ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് ഫാദറിന് കൊടുത്ത ആ ഒരു ഇതെങ്ങനെയാണെന്ന് വരാം. അപ്പം ഗ്രാൻഡ് ഫാദറിന് അയക്കുന്ന ലെറ്റർ എന്ന് പറഞ്ഞാൽ ഹായ് സാർ, ഹലോ എന്ന് പറഞ്ഞിട്ടായിരിക്കുമോ? നോ, നമുക്ക് അതിൽ സബ്ജക്റ്റ് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല, ബിക്കോസ് ഇറ്റ്സ് ആൻ ഇൻഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്ററിൻ്റെ ഫോമാറ്റിൽ തന്നെ അത് പോയാൽ മതി. ഓക്കെ, അപ്പോൾ ഇൻഫോർമൽ ലെറ്റർ എഴുതുമ്പോഴേക്കും യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ദ നെയിം. അഡ്രസ്സ് എഴുതുമ്പോഴേക്കും യു ഡോണ്ട് ഹാവ് ടു റൈറ്റ് ദ നെയിം, ജസ്റ്റ് പ്ലേസ് നെയിമും ആ ഒരു അഡ്രസ്സും കൊടുത്തിട്ട് ജസ്റ്റ് ഫ്രം അഡ്രസ് വിതൗട്ട് നെയിം. അത് കഴിഞ്ഞിട്ട് യു ക്യാൻ ജസ്റ്റ് സ്റ്റാർട്ട് ബൈ ജസ്റ്റ് ആഫ്റ്റർ മെൻഷനിങ് ദ ഡേറ്റ് ഓൾസോ. അത്രയേ ഉള്ളൂ. ദെൻ ഓക്കെ, ഫൈൻ. അപ്പോൾ അത്രയും ഇതിനകത്ത് വരാനുള്ളൂ. ദെൻ വാട്ട് അബൌട്ട് ഗ്രാൻഡ് ഫാദറിന് ആ ലെറ്റർ കിട്ടി ആൻഡ് ഹീ ഈസ് ജസ്റ്റ് റൈറ്റിംഗ് എ ലെറ്റർ ബാക്ക്. ലെറ്റർ തിരിച്ചു എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും വരാവുന്നത്? 2ഉം ഇൻഫോർമൽ ലെറ്റേഴ്സ് ആണ് വരിക. ആൻഡ് നൗ വേറൊരു കാര്യം, ഈ കുട്ടീനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദ്രോഹിക്കുന്നു എന്നുള്ള കാര്യം സംബഡി ഈസ് ഇൻഫോർമിംഗ് ടു എൻ അതോറിറ്റി, ഒരു ഭാരവാഹിയെ അറിയിക്കുകയാണ്. സോ ആ ഒരു അറിയിക്കുന്ന ഒരു ലെറ്റർ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ ഒരു ചൈൽഡ് കെയറിലേക്ക് ഇത് അറിയിക്കുകയാണ്, ദിസ് ബോയ് ഈസ് ബീങ് ട്രീറ്റഡ് വെരി ക്രൂവലി ബൈ ദിസ് മാസ്റ്റർ. അപ്പോൾ അതിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെറ്റർ ആണെങ്കിൽ ഇറ്റ് വിൽ ബി ആൻ ഫോർമൽ ലെറ്റർ, ഒരു ഫോർമൽ ലെറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾ യു ഹാവ് ടു റൈറ്റ് ദി സബ്ജക്ട്, then from and to, subject and the date also. Okay, then you have to mention the clear cut points. Then comes to one more possible question, can be a newspaper report. ഒരു ന്യൂസ്പേപ്പർ റിപ്പോർട്ട്, ഈ കുട്ടീനെ ഇങ്ങനെ ദ്രോഹിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ന്യൂസ്പേപ്പർ റിപ്പോർട്ടും can also come, there are chances for that to come. Okay, so that is all about that chapter Vanka. Then we will be moving for the next chapter, Mother to a Son. ലാങ്സ്റ്റൺ ഹ്യൂഗ്സിൻ്റെ ഒരു നല്ലൊരു പോയമാണ്. ഇവിടെ യു ആർ ഗിവൺ വിത്ത് ദി കണ്ടീഷൻ എന്താണ്? മദർ ടു സൺ, മദർ സണ്ണിന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്നുള്ള രീതിക്കാണ്. സോ ഇറ്റ് ആക്ച്വലി ഗോസ് ഇൻ എ വെരി സിംബോളിസ്റ്റിക് വേ. അതായത് ഈ അമ്മയുടെ ജീവിതം ഇറ്റ് ഈസ് കമ്പയർഡ് ടു എ സിൽവർ, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ കേസ്. അമ്മയുടെ ജീവിതം ഒരു നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ കേസ്, ഒരു റാഗ്ഡ് സ്റ്റെയർ കേസ്, അതായത് പൊട്ടിപ്പൊളഞ്ഞ് ഇപ്പോൾ വേണേലും വീഴാമെന്ന് പറഞ്ഞു കിടക്കുന്ന ഒരു സ്റ്റെയർ കേസിനോടാണ് ഇറ്റ് ഈസ് ബീങ് കമ്പയർഡ്. അങ്ങനെ കമ്പയർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ആൻഡ് ദിസ് മദർ ഇസ് ഗിവിംഗ് അഡ്വൈസസ് ടു ഹർ സൺ ദറ്റ് നിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, ലൈക്ക് ദ സ്റ്റെയർ കേസ് ഹു ഈസ് ഹാവിങ് ആണികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇറ്റ് വിൽ നോട്ട് ബി എ വെരി പോളിഷ്ഡ് വൺ.
you will be having pain when you are walking through that. നിങ്ങൾ നടക്കുന്നു പോകുമ്പോൾ you will be getting painful ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവും. ബട്ട് ഡോണ്ട് ഗിവ് അപ്പ്. എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഡോണ്ട് ജസ്റ്റ് ഫോൾ ഡൗൺ. എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാലും ജസ്റ്റ് അക്സെപ്റ്റ് ഓൾ ദീസ് ചാലഞ്ചസ് ആൻഡ് ദെൻ എന്ത് ചെയ്യാം, തിരിച്ച് എഴുന്നേറ്റ് നടക്കണം. then only you will be able to achieve your destination. Yeah, okay. Yes, Prasanna. Yeah, you are saying the right one. Poor boy who is 9 years old and his mother's name is Pelageya and his grandfather's name is Constantine Macarius. All right, very good. Fine. അപ്പോൾ നമ്മൾ ഇപ്പോൾ അതാണ് പറഞ്ഞു നിർത്തത്. So this is actually a metaphorical or a very symbolic poem. അവിടെ അമ്മയുടെ life is being compared to a ragged staircase. Okay. അപ്പം അത് തന്നെയാണ് ഇവിടെ നമുക്ക് കൂടുതലായിട്ടൊന്നുമില്ല, അമ്മ മോന് കൊടുക്കുന്ന ഒരു ഉപദേശം എന്നുള്ള രീതിക്കാണ് ദിസ് പോയം ഇസ് ഗോയിങ് ലൈക്ക്. ഓക്കെ, അപ്പം നീ ഒരിക്കലും നിന്റെ ലൈഫ് ഒരു ഭയങ്കര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒന്നായിട്ട് പ്രതീക്ഷിച്ച് പോരുത്. ദെൻ യു വിൽ ബി ഡിസപ്പോയിൻറ്റഡ്. അതല്ലാണ്ട് എല്ലാം സഹിക്കാൻ റെഡി ആയിട്ട് ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം, യു ജസ്റ്റ് ഹാവ് ടു മൂവ് ഓൺ ഇൻ യുവർ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് കംസ് നമ്മുടെ കാസ്റ്റവേ. നമ്മുടെ വി ഹാവ് 2 ക്യാരക്ടേഴ്സ്. മെയിൻലി 2 ക്യാരക്ടേഴ്സ് ആണ് നമുക്കുള്ളത്. ടെഗോറിൻ്റെ ഒരു സ്റ്റോറിയാണ്. ഇവിടെ നമുക്ക് കിരൺ ആൻഡ് വാട്ട് ഇസ് ദി നെയിം ഓഫ് ദാറ്റ് ബോയ്? കിരണും അതുപോലെ തന്നെ ഒരു കുട്ടിയുടെ പേരും പറയുന്നുണ്ട്. വാട്ട് ഇസ് ഹിസ് നെയിം? നീൽകാന്ത. ഓക്കെ, അപ്പം ഈ ഒരു സ്റ്റോറി തുടങ്ങുന്നത് വളരെ ഒരു ഡിഫറെൻറ്റ് ഒരു ഇൻട്രൊഡക്ഷൻ വെച്ചിട്ടാണ്. നോക്കിയേ, ദ ബാറ്റിൽ ഓഫ് ഗോഡ്സ് ആൻഡ് ഡിമൻസ് ബിഗാൻ ഇൻ ദ ഈവനിങ്. ആൻഡ് ദ ബാറ്റിൽ ഓഫ് ഗോഡ്സ് ആൻഡ് ഡിമൻസ്, നല്ല ആൾക്കാരും, അതായത് ദൈവങ്ങളും പിശാചുകളും തമ്മിലുള്ള യുദ്ധം എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ദ അറ്റ്മോസ്ഫിയർ ഇസ് വെരി ടഫ്, ഭയങ്കര ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇപ്പോൾ അവിടെ ഉള്ളത്. കാലാവസ്ഥ ഭയങ്കര മോശമാണ്, മഴയും ചുഴലിക്കാറ്റും അല്ലെങ്കിൽ ഭയങ്കര കാറ്റും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ദാറ്റ് എയിംസ്, ഭയങ്കര മോശമായിട്ടുള്ളൊരു കാലാവസ്ഥയാണെന്ന് മാത്രമേ അത് ഇൻറ്റൻറ്റ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡോണ്ട് ഗെറ്റ് എനി ഡൗട്ട്സ് ഇൻ യുവർ. ഓക്കെ, അപ്പോൾ ആ ഡൗട്ട്സ് ഒന്നും വരണ്ട. ആൻഡ് ദിസ് ലേഡി വാസ് ആക്ച്വലി ലിവിങ് ഇൻ ചാന്ദനഗർ, അവിടെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്. അവിടെ നൗ വി ഹാവ് ശരത് ആൻഡ് ഹിസ് വൈഫ്. ശരത്തും വൈഫായിട്ടുള്ള കിരണും തമ്മിൽ നല്ലൊരു ആർഗ്യുമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മൾ കഥ കേട്ട് തുടങ്ങുന്നത്. ആൻഡ് കമ്മിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്, അവിടെ നമ്മൾ നീൽകാന്തനെ കാണുന്നുണ്ട്. ഹീസ് സ്ഥലങ്ങളൊക്കെ, പക്ഷേ ഹീസ് വെരി നോട്ടി. കിരൺ പറഞ്ഞിട്ടൊന്നും പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്നില്ല. എവ്രിബഡി ഇൻ ദിസ് ഹൗസ് ഡിസ്ലൈക്ക് ദിസ് ബോയ്. ആർക്കും ഇഷ്ടമല്ലാണ്ട് വരുന്നത്. തുടക്കത്തിലൊക്കെ അവർക്ക് ഭയങ്കര കാര്യമായിരുന്നു. ബട്ട് നൗ ആർക്കും തന്നെ ഇവനെ ഇഷ്ടമല്ല. ഇവൻ എങ്ങനെയും ഒന്ന് പോയാൽ മതി എന്നാണ് ആലോചിക്കുന്നത്. ബട്ട് കിരൺ ലൈക്സ് ഹിം. അവനെ ഭയങ്കര കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. ആൻഡ് ഫൈനലി താഴത്തേക്ക് പോരുമ്പോഴേക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വൺ മോർ ക്യാരക്ടർ ഇസ് കമ്മിങ്. ആരാ വരുന്നത്? സതീഷ്, അതായത് നമ്മുടെ കിരണിൻ്റെ ബ്രദർ ഇൻ ലോ. ഓക്കെ, അവൻ വരുവാണ്. ആൻഡ് അവൻ വരുമ്പോഴേക്കും നീൽകാന്ത ഈസ് ഹാവിങ് സം കൈൻഡ് ഓഫ് ഡിഫിക്കൽട്ടി. കിരണിൻ്റെ അറ്റൻഷൻ ഫുള്ളും തൻ്റെ നിന്ന് മാറിപ്പോകുന്നുള്ളൊരു ഫിയറൊക്കെ നീൽകാന്ത ഈസ് ഹാവിങ്. ആൻഡ് നീൽകാന്ത ഫൈനലി നീൽകാന്ത നമ്മുടെ സതീഷിനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പല പരിപാടികളും ചെയ്യുന്നുണ്ട്. അവൻ്റെ തുണിയൊക്കെ എടുത്തെറിയുക, സോപ്പൊക്കെ എടുത്തെറിയുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ഒപ്പിക്കുന്നുണ്ട്. ബട്ട് ദ മെയിൻ തിങ്, നമ്മുടെ കഥയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സതീഷ് ഭയങ്കര കാര്യമായിട്ട് കൊണ്ട് നടന്നുകൊണ്ടിരുന്ന ഒരു സ്വാൻ ഷേപ്പിലുള്ളൊരു ഇങ്ക് ബോട്ടിൽ ഉണ്ടായിരുന്നു. ആൻഡ് ഹി ജസ്റ്റ് ടുക്ക് ദാറ്റ്, അതിനെ എടുത്ത് ഒളിപ്പിച്ച് വെക്കുകയാണ്. ഓക്കെ, അപ്പം അത് ഭയങ്കര പ്രശ്നമായിട്ട് മാറുകയാണ്. ബട്ട് എന്നിട്ടും നമ്മുടെ കിരൺ ഇസ് സപ്പോർട്ടിങ്. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യണം. ബട്ട് ഫൈനലി ഷി ഫൗണ്ട് ഔട്ട് ദാറ്റ് എന്താ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ നീൽകാന്തയുടെ ബാഗിൽ നിന്ന് ഇവനെ തിരിച്ച് വീട്ടിൽ വിടാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമൊക്കെ ഇവർ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഇവനൊരു സർപ്രൈസ് കൊടുക്കണം എന്നുള്ള രീതിക്ക് ഗിഫ്റ്റ് പാക്ക് ചെയ്യാൻ ഇവൻ്റെ ബാഗ് തുറക്കുമ്പോഴേക്കും ഷി ജസ്റ്റ് ഫൗണ്ട് ഔട്ട് ദാറ്റ് ദിസ് ഇങ്ക് ബോട്ടിൽ ഇസ് ഇൻ ഹിസ് ബാഗ്. അപ്പോൾ നമ്മുടെ നീൽകാന്ത് ഇത് കണ്ട് ഹി ഈസ് വെരി വറീഡ്, ഭയങ്കര വറീഡായിട്ട് ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ബിക്കോസ് അവർക്ക് എന്നോട് ഇനിയുള്ള ഇഷ്ടമൊക്കെ പോയി കാണുമെന്ന് വിചാരിച്ചിട്ട് ഹി ജസ്റ്റ് ലീവിങ് ദാറ്റ് പ്ലേസ്. ഓക്കെ, സോ ദാറ്റ് ഇസ് എ സ്റ്റോറി. അപ്പോൾ ആ പോകുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, അല്ലെങ്കിൽ എന്തൊക്കെയായിരിക്കും ഇതിൽ നിന്ന് പോസിബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്? ഓക്കെ, എന്തൊക്കെയായിരിക്കാം? ഒന്നുകിൽ നമ്മുടെ കിരൺസ് ഡയറി, ഇവൻ പോയി കഴിഞ്ഞതിന് ശേഷമുള്ള കിരൺസ് ഡയറി. അപ്പോൾ ഫുൾ ഓഫ് ഇമോഷൻസ് ആയിരിക്കും, ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും അതിൽ കൂടുതലും പറയുന്നുണ്ടാവുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സതീഷ് അല്ല, ദിസ് ക്യാരക്ടർ, നമ്മുടെ ക്യാരക്ടർ നീൽകാന്തയുടെ ഒരു ഡയറി. ഇവൻ പോകുന്നതിന് മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ്. അതിന് തൊട്ട് മുന്നേ അവൻ എഴുതുന്ന ഒരു ലൈക്ലി ഡയറി. ഡയറിയൊക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് നമുക്ക് ഡയറിയിൽ എഴുതുമ്പോൾ വേണ്ടത്? കാലങ്ങളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ യു ഷുഡ് ഹാവ് എന്താണ്, ഇപ്പോൾ 5th ഓഗസ്റ്റ് ആണെങ്കിൽ ഓഗസ്റ്റ് 2023. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഡിയർ ഡയറി എന്നൊക്കെ വെച്ചിട്ട് തുടങ്ങാം. ഓക്കെ, ഇറ്റ്സ് അപ് ടു യു. ഓൾറൈറ്റ്, ദെൻ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ യു ക്യാൻ പ്രസൻറ്റ് ഇറ്റ്. ഓക്കെ,
ഫൈൻ. ഇനി ഇവരുടെ രണ്ടുപേരുടെയും ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. കിരൺ അതുപോലെ തന്നെ നീൽകാന്ത എങ്ങനെയുള്ള ആൾക്കാരായിരുന്നു, ഹൗ ബോത്ത് ഓഫ് ദം കോൺട്രിബ്യൂട്ടഡ് ടു അതേഴ്സ് ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ഹാപ്പിനെസ്, രണ്ടുപേരും എങ്ങനെയായിരുന്നു ഹാപ്പി ആയിട്ടിരുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ദാറ്റ് ചാപ്റ്റർ. നമുക്കിപ്പം നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക്, നമ്മുടെ ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഫൈനൽ പോർഷനിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ഫോർ യുവർ എക്സാംസ് പേർപ്പസ് ഐ വിൽ ബി ജസ്റ്റ് സേയിങ് കുറച്ച് കാര്യങ്ങളോട് ഐ വിൽ ബി ജസ്റ്റ് സേയിങ്. നമ്മുടെ റിപ്പോർട്ടഡ് സ്പീച്ച് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി എക്സാംസിന് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗ്സ്, ദെൻ ഫ്രേസൽ വെർബ്സ് ആൻഡ് യു വിൽ ബി ഹാവിങ്, നിങ്ങൾക്ക് മറ്റേപാടി പറഞ്ഞ മാതിരി പാസേജുകൾ ഉണ്ടാവും, പോയട്രി ഉണ്ടാവും, അതുപോലെ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ റിപ്പോർട്ടഡ് സ്പീച്ച് വരുമ്പോഴേക്കും ജസ്റ്റ് കീപ് ദാറ്റ് ഇൻ യുവർ മൈൻഡ്. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, ടെൻസ് ചേഞ്ചസ് അവിടെ വരുന്നുണ്ട്. ദെൻ റിപ്പോർട്ടിംഗ് വേർബ് യൂസ് ചെയ്യാൻ അവിടെ മറന്നു പോകരുത്. പ്രസൻറ്റിലാണെങ്കിൽ പാസ്റ്റിലേക്ക് പോവും, ഇനി പാസ്റ്റിലാണെങ്കിൽ വി ഹാവ് സം പെർട്ടിക്കുലർ തിങ്സ്, അങ്ങോട്ട് മാറും. സിമ്പിൾ പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റിലേക്ക് പോകും എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അത് ശ്രദ്ധിക്കുക. ദെൻ ടാഗ്സ് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ ടാഗുകൾ. ഇഫ് ഇറ്റ് ഇസ് പോസിറ്റീവ് അത് നെഗറ്റീവ് ആവും, നെഗറ്റീവ് ആണെങ്കിൽ ഇറ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ദെൻ ദാറ്റ്സ് ഇറ്റ്. ദെൻ ഫ്രേസൽ വെർബ്സ് പഠിക്കാൻ ഓർക്കുക. എല്ലാത്തിൻ്റെയും മീനിങ് യു ഷുഡ് ബി തറോ വിത്ത് ഇറ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പുട്ട് ഓൺ ഒക്കെ ആണെങ്കിൽ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് പുട്ട് ഓൺ? ഐ പുട്ട് ഓൺ ദിസ് ഷർട്ട് എന്ന് വെച്ചാൽ എന്താ? I put on, I wear this dash, I wear this shirt or I wore this shirt എന്നുള്ളൊരു മീനിങ് ആണ് അതിന് വരുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ദെൻ എഡിറ്റിംഗ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ടെൻസസ് തറാവു ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഈസി ഫോർ യു. അപ്പോൾ ടെൻസസിൽ വി ഹാവ് 3 tenses, പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ. പ്രസൻറ്റിൽ തന്നെ വി ഹാവ് 4 സബ് കാറ്റഗറീസ്. ഫോറിൽ അതുപോലെ തന്നെ പാസ്റ്റിലും വി ഹാവ് 4, ഫ്യൂച്ചറിൽ നമുക്ക് 4 ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ പ്രസൻറ്റിൽ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പാസ്റ്റിൽ സിമ്പിൾ പാസ്റ്റ്, പാസ്റ്റ് continuous, past perfect and past perfect continuous. Likewise, we will also be having 4 categories in future also. Okay, and നിങ്ങൾ റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുമ്പോഴേക്കും just be sure about this thing. Tense conversions ശ്രദ്ധിക്കുക. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ if you are given with, നമ്മൾക്ക് ഇപ്പോൾ പറഞ്ഞ മാതിരി ഡിക്ലറേറ്റീവ്, അതായത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് തരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ഈസി, ദാറ്റ് വെച്ചിട്ടാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ഒരു WH ക്വസ്റ്റ്യൻ വേർഡ് ആണ്, അല്ലെങ്കിൽ വേർ ആർ യു ഗോയിങ് എന്നുള്ള ഒരു പോലെയുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എന്തായിരിക്കും ചെയ്യാം? അതിൽ ദാറ്റ് എന്ന് പറയുന്ന റിപ്പോർട്ടിംഗ് വേർബിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. പകരം വിൽ ബി യൂസിങ് ദിസ് റിപ്പോർട്ടിംഗ് വേർബ്, ക്വസ്റ്റ്യൻ വേർഡ് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക, വേറെ തന്നെയായിരിക്കും അവിടെ റിപ്പോർട്ടിംഗ് വേർബായിട്ട് യൂസ് ചെയ്യുക. ഇൻ വാട്ട് ഇഫ് ഒരു ഓക്സിലറി വെച്ചിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഡൂവോ അല്ലെങ്കിൽ വില്ലോ അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഹാപ്പൻസ്? അവിടെ നമ്മൾ ഇഫ് ഓർ വെദർ ആയിരിക്കും നമ്മൾ റിപ്പോർട്ടിങ്ങിന് പകരം യൂസ് ചെയ്യുക. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻ യുവർ മൈൻഡ്, അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, വിയർ, പുട്ട് ഓൺ അല്ലെങ്കിൽ വിയർ എന്നുള്ള മീനിങ് ആണ് വരിക. ഓൾ റൈറ്റ്, സോ ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ ടു. ഇത്രയൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദെൻ നിങ്ങൾ ഇനി ശ്രദ്ധിക്കാനുള്ളത് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്സ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൻ്റെ ഫോമാറ്റ്സ് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. യു ജസ്റ്റ് ഹാവ് ടു ഗിവ് ടൈറ്റിൽ കൊടുക്കുക, ദെൻ പ്ലേസ് ആസ് വെൽ ആസ് പ്ലേസിൻ്റെ കൂട്ടത്തിൽ ഡേറ്റും കൂടെ കൊടുക്കുക. ദെൻ യു ക്യാൻ സ്റ്റാർട്ട് ദി കോണ്ടന്റിലേക്ക് വരുമ്പോഴേക്കും വാട്ട്, ഹൗ, വേർ, ഹൗ ആൻഡ് ഹൂ, ഈ കാര്യങ്ങൾ നിങ്ങളുടെ കോണ്ടന്റിൽ അത് ആൻസർ ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ ക്ലിയർ ആവത്തുള്ളൂ. ഓക്കെ, ആൻഡ് ദെൻ കമ്മിങ് ടു ദ നോട്ടീസ്. ഒരു നോട്ടീസിൻ്റെ ഫോമാറ്റ് ആണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു ഗിവ് സ്കൂൾസ് നെയിം ആണ് നമ്മൾ എപ്പോഴും ആദ്യം കൊടുക്കുക. അല്ലെങ്കിൽ ആദ്യമേ ഒരു നോട്ടീസ് എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ കൊടുക്കുന്നു, ദെൻ സ്കൂൾസ് നെയിം, ഏത് സ്കൂളാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്, സ്കൂൾസ് നെയിം. ദെൻ വിൽ ബി സേയിങ് ലൈക്ക് ഡിയേഴ്സ് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഡേറ്റ് കൊടുക്കുക, ഡേറ്റ് ഇവിടെയോ അല്ലെങ്കിൽ താഴെയോ നമുക്ക് കൊടുക്കാം. ദെൻ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു തുടങ്ങുക. ദെൻ യു വിൽ ബി റൈറ്റിംഗ് ദ കണ്ടന്റ്. വെൻ യു ആർ റൈറ്റിംഗ് ദിസ് കണ്ടന്റ് ബി ഷുവർ ടു ഗിവ് എന്തൊക്കെ കൊടുക്കണം, എവിടെയാണ്, എന്നാണ്, എപ്പോഴാണ്. ആൻഡ് ഇഫ് ദർ ഇസ് എ ചീഫ് ഗസ്റ്റ് കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ ഡീറ്റെയിൽസും കൂടെ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ. ദെൻ ലാസ്റ്റ് ഇതാരാണോ നടത്തുന്നത്, സെക്രട്ടറി. ഓക്കെ, സെക്രട്ടറിയുടെ അവരിതും കൂടെ കൊടുക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ ക്ലിയർ. അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടായി, വി ഡിസ്കസ് നോട്ടീസ്, ദെൻ ഡയറി, ദെൻ വാട്ട് എൽസ്. ഇനി നറേഷൻസ് നിങ്ങൾക്ക് പറയാം. ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ചാപ്റ്റേഴ്സ് ലൈക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റോ അല്ലെങ്കിൽ അഡ്വഞ്ചേഴ്സ് ഫ്രം ബനിയൻ ട്രീയോ ഓർ നമ്മുടെ സത്യജിത് റേയുടെ പ്രോജക്ട് ടൈഗറോ, ഇത്തരത്തിലുള്ള ഏത് ചാപ്റ്റേഴ്സിനെ പറ്റിയിട്ടും യു ക്യാൻ ബി ആസ്ക്ഡ് ടു റൈറ്റ് എ നറേറ്റീവ്. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ സത്യജിത് റേയുടെയൊക്കെ നമ്മൾ എല്ലാ എക്സാംസിനും വന്ന് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഓൾ ഡിഫിക്കൽട്ടീസ് ഡിഡ് സത്യജിത് റേ ഫേസ്ഡ് വൈൽ ഷൂട്ടിംഗ് ദറ്റ് ഫിലിം ഗോപി ഗെയിൻ ബാഗ ഗെയിൻ. അതിൻ്റെയൊക്കെ ആൻസേഴ്സ്, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് അദ്ദേഹത്തിന് ഉണ്ടായത്.
നമ്മുടെ ടൈഗറിനെ കൊണ്ടുവരാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അതിൻ്റെ മാനേജർ കൂടെ വരേണ്ടി വന്നു. ഞാൻ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴോ ഫുട്ടേജ് എടുത്തത് ശരിയായില്ല. വീണ്ടും കൊണ്ടുവന്നപ്പോഴേക്കും ഇറ്റ് സ്റ്റാർട്ടഡ് ടു അറ്റാക്ക് ദി പീപ്പിൾ. അത് കഴിഞ്ഞിട്ട് ആൻഡ് ഫൈനലി ഇറ്റ് വാസ് ഓക്കെ. പക്ഷെ എന്നാലും ഹി ഫേസ് ലോട്ട് ഓഫ് ഡിഫിക്കൽട്ടീസ് എന്നുള്ള കാര്യം, എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആയിരുന്നു ഉള്ള കാര്യം അതൊക്കെ നിങ്ങൾ മാർക്കിനനുസരിച്ച് യു ജസ്റ്റ് ഹാവ് ടു റൈറ്റ് ഇറ്റ്. ഓക്കെ, അതങ്ങനെ ചെയ്താൽ മതി. ആൻഡ് ദെൻ ഇപ്പോൾ ബനിയൻ ട്രീയുടെ കാര്യമാണെങ്കിലും അത് നിങ്ങളുടെ അടുത്ത് ഏത് പെർസ്പെക്റ്റീവിലാണോ നിങ്ങളോട് എഴുതാൻ പറയുകയാണെങ്കിൽ യു ഷുഡ് ബി റൈറ്റിംഗ് ദാറ്റ് ഫ്രം യുവർ ഓൺ പെർസ്പെക്റ്റീവ്. നിങ്ങൾ കണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് ആ ഒരു പെർസ്പെക്റ്റീവിൽ വേണം കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്. ദെൻ നമുക്ക് ഇനിയുള്ളത് ദാറ്റ്സ് ഇറ്റ്. ഓൾമോസ്റ്റ് നമ്മൾ പറഞ്ഞ് എത്തിയിട്ടുണ്ട്. ആൻഡ് അബൌട്ട് ദ ഗ്രാമർ പോർഷൻസ് നമ്മൾ വിൽ ബി ഡൂയിങ് എ വെരി ഡീറ്റെയിൽഡ് വീഡിയോ ഇൻ ദി coming days. Okay, so I hope it's clear for you. If or whether. All right, so ഇത്രയൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് ഇതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്താലോ? നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സോ ക്യൂറീസ് എന്തെങ്കിലും ഉണ്ടോ? All right. അപ്പം നമുക്ക് എന്തൊക്കെയായാലും നമ്മുടെ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാം. അപ്പം ജസ്റ്റ് പ്രിപ്പയർ വെൽ. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡോണ്ട് ഗെറ്റ് സ്ട്രെസ്ഡ് ഒന്നും ആവണ്ട. നിങ്ങളുടെ കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് ചെയ്യുക. ഇത് വരുന്നുണ്ടോ എന്ന് വിചാരിച്ച് സ്ട്രെസ് എടുത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ട് സ്ട്രെസ് എടുത്തു കഴിഞ്ഞാൽ യു വിൽ ബി ഫീലിംഗ് അൺവെൽ. നിങ്ങളുടെ ഹെൽത്ത് ഒക്കെ മോശമാവും. സോ ജസ്റ്റ് ബി കോൺഫിഡൻറ്റ്. നിങ്ങൾ നല്ല കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഓരോ സബ്ജക്ട്സിനും പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ടൈം വെച്ച് കൊടുത്ത് അതിനെ മാനേജ് ചെയ്ത് പഠിക്കുക. എങ്ങനെയാണെങ്കിൽ പിന്നെ ദർ ഇസ് നോ പ്രോബ്ലം, ഒരു പ്രശ്നവും ഇല്ല. സോ എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ്. ടെൻഷനൊന്നും അടിക്കാണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റഡി പ്ലാൻസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പം അതിനനുസരിച്ച് നിങ്ങളുടെ പോർഷൻസ് ചിലപ്പോൾ ഒക്കെ യു വിൽ ബി ഫീലിംഗ് സിക്ക്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റിക്കണമെന്നൊന്നുമില്ല. ബട്ട് ഇറ്റ്സ് ഓക്കെ. കോംപ്ലിമെൻറ്റ് ടു ദാറ്റ് ടൈം. അതിന് പറ്റുന്നില്ല എങ്കിൽ വേറൊരു ടൈം അതിന് വേണ്ടിയിട്ട് എടുത്ത് പഠിക്കാം. ഇറ്റ്സ് ഓക്കെ. നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും ഇറ്റ്സ് ജസ്റ്റ് എ സ്മോൾ ഡീൽ. നിങ്ങൾ നല്ലോണം വർക്ക് ചെയ്യുക. അപ്പം ഹാർഡ് വർക്ക്സ് പേസ് ദ ബെറ്റർ തിങ് എന്നാണ് പറയുക. ഓക്കെ, അപ്പം നല്ല രീതിക്ക് വർക്ക് ചെയ്യുക. സോ ഐ ഹോപ്പ് ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ യു. സോ വിൽ ബി സീയിങ് ഇൻ എ വെരി നെക്സ്റ്റ് വീഡിയോ. അപ്പം നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ വിൽ ബി ഡിസ്കസിങ് ചാപ്റ്റർ സമ്മറീസ്. ചാപ്റ്ററിൻ്റെ ഒന്നും അറിയത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഇക്കാണ്ട് എക്സാം മുഴുവൻ എഴുതിയിട്ടും മിസ്സേ ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല എന്നാണ് വിചാരിക്കുന്നതെങ്കിലും ഇറ്റ്സ് ഫൈൻ. നമ്മൾ ആ വീഡിയോസിൽ നമ്മൾ സമ്മറീസ് ആയിട്ട് വരും. ദെൻ വിൽ ബി ഡിസ്കസിങ് ഗ്രാമർ പാർട്ട് ഓൾസോ. അങ്ങനെ നിങ്ങൾക്ക് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ടൈമിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഒരു ആസ് എ ഹോൾ നിങ്ങളുടെ എക്സാമിന് പറ്റിയൊരു ഫോമിൽ വിൽ ബി പ്രൊവൈഡിങ് ദാറ്റ് ടു യു. സോ സ്റ്റേ ട്യൂൺഡ് ഫോർ ദാറ്റ്. വിൽ ബി സീയിങ് യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ ഓൾ ഓഫ് യു. ബൈ.